ബിഗ് ബോസ് സീസൺ 6മായി ബന്ധപ്പെട്ട് പല ആളുകളും റിക്വസ്റ്റ് ചെയ്ത ഒരു ഡിസ്കഷനിലേക്ക് പോവുകയാണ്. പേഴ്സണലി എനിക്കും അതിനെക്കുറിച്ചിട്ട് പറയാൻ ആഗ്രഹം തോന്നിയിരുന്നു. സിബിൻ ആൻഡ് പൂജ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. എന്നേക്കുമായി പുറത്തേക്ക് പോകുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ബിഗ് ബോസ് ലൈവ് കാണുന്ന എപ്പിസോഡ് കാണുന്ന നമ്മളോട് പറഞ്ഞത്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ആ രണ്ടാളുകളുടെയും അവസ്ഥ ലൈവിൽ കൂടെ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. പലപ്പോഴും പല ആളുകളും മറ്റേ PR സ്റ്റണ്ടുകൾക്ക് ഇടയിൽ നിന്നിട്ട് മുക്കിക്കളയുന്ന ചില സംഗതികളുണ്ട്. ലൈവിലെ സിബിൻ്റെ ഒരു അവസ്ഥ, സിബിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സിബിൻ വീക്കെൻഡ് എപ്പിസോഡ് സിറ്റുവേഷനിൽ തന്നെ ആകെ മൊത്തത്തിൽ തകർന്നു പോയിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡിന് ശേഷമുള്ള ലൈവിലടക്കം അദ്ദേഹം ഒരു മൂലയ്ക്ക് മാറി പേടിച്ചിരിക്കുകയാണ്, പേടിച്ചരണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തോട് വലിയ ഒരു അനുകമ്പ തോന്നി. അതേപോലെ അദ്ദേഹം പേടി എന്ന് പറയുന്ന ഒരു വേർഡ് പലതവണ യൂസ് ചെയ്തു. അദ്ദേഹം എന്തിനോടൊക്കെയാണ് പേടി എന്ന് പറയുന്നത്? ക്യാമറകളെ പേടിയാണ്, ലിവിങ് ഏരിയ പേടിയാണ്, ആളുകളെ പേടിയാണ്. അപ്പോൾ അവിടെ എല്ലാ ആളുകളും തനിക്കെതിരെ നിൽക്കുന്നു, ബിഗ് ബോസിനെ പേടിയാണ്, കൺഫഷൻ റൂം പേടിയാണ്. ആകെ മൊത്തത്തിൽ പേടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 100-ലധികം തവണ എനിക്ക് പുറത്തു പോകണം ബിഗ് ബോസ്, എനിക്ക് പുറത്തു പോകണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 10-ലധികം തവണ മൈക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിലേറെ തവണ അദ്ദേഹം നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ കൂടെയും വാക്കുകളിൽ കൂടെയും പറഞ്ഞിട്ടുണ്ട്. ഹൗസിലുള്ള നിയമങ്ങൾ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. അതേപോലെ കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടുമായിട്ട് പറയുന്നു, നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഞാൻ ഇനി ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കൊടും ചൂടത്ത് അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്, ഒരു കോർണറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പേസുകളെല്ലാം അദ്ദേഹത്തെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയധികം റിക്വസ്റ്റ് ചെയ്ത്, ഇത്രയധികം കാല് പിടിച്ച് പുറത്തേക്ക് പോകണം, തന്നെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സംസാരിച്ച ഒരാളുടെ അവസ്ഥ കണ്ട സമയത്ത് നമ്മളെല്ലാവരും പല കമന്റ് ബോക്സിലും അദ്ദേഹത്തെ പുറത്തേക്ക് വിടൂ, അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിച്ച ആളുകളാണ്. ഇങ്ങനെ പ്രേക്ഷകർ പറഞ്ഞതിന്റെ, സിബിൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ മാത്രമാണോ ബിഗ് ബോസ് സിബിനെ പുറത്തേക്ക് വിടുന്നത്? അല്ല, അതിന് പിന്നിൽ വേറൊരു കാരണമുണ്ട്. അങ്ങനെ നമ്മളെല്ലാ ആൾക്കാരും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അത് ഏതോ കണ്ടസ്റ്റന്റിനോടുള്ള ഫേവറിറ്റിസം ആവുകയാണ്, അൺഫെയർ ആയിട്ടുള്ള ഒരു ആക്ഷനായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കൂട്ടം ആളുകളുടെ PR ആക്ടിവിറ്റിയാണ്. എല്ലാ തവണയുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് സിബിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? ഓഡിറ്ററി ഹാലൂസിനേഷൻ. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശ്രീരേഖയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചി ഇവിടുന്ന് ഇങ്ങനെ എന്നോട് പോവൂ ഇവിടെ നിൽക്കല്ലേ എന്നൊക്കെ ഒരാൾ വന്ന് പറയുന്നത് പോലെ തോന്നുകയാണ്. എന്ന് വെച്ചാൽ അത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഏഞ്ചലിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാണ് ആ ഒരു ഹാലൂസിനേഷൻ്റെ ചില സംഭവങ്ങൾ സീസൺ 5 അത്തരത്തിൽ മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതും ലൈവിൽ കൂടെ ആളുകൾ കേട്ട ഒരു വ്യക്തിയെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ബിഗ് ബോസിന് പറ്റും? അത് വേറെ ഒരു കേസിലേക്ക് പോകും. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. എല്ലാ ആൾക്കാരും ഇന്ത്യൻ പൗരന്മാരാണ്. അവരെ കൂട്ടിയിട്ട് ഒരു ഗെയിം ഷോ നടത്തുന്ന സമയത്തും അവിടെ ഒരു പൗരന്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവരെ പൂട്ടിയിട്ടിട്ട് ഏതൊരു മാനസികാവസ്ഥയിൽ തകർന്നു നിൽക്കുന്ന സമയത്തും ഇവരെ പൂട്ടിയിട്ടിട്ട് ഗെയിം കളിക്കുക, റവന്യൂ എടുക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു ടെലിവിഷൻ പ്ലാറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഒരു മീഡിയ സ്ഥാപനത്തിനോ പറ്റുന്ന കാര്യമല്ല, അതിനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലുള്ള വ്യക്തിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് വിടുന്നു. അതിനകത്ത് ഈ പറയുന്ന വലിയ അൺഫെയർ ആക്ടിവിറ്റിയൊക്കെ ആരോപിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അയാൾ അവിടെ പിടിച്ചു നിർത്തുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിച്ചേനെ. കാരണം ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്. എങ്ങനെ എന്ത് അദ്ദേഹത്തിന് തോന്നുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ഐഡിയ ഇല്ല. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെയാണ് ഇപ്പോൾ അൺഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അദ്ദേഹം പുറത്ത് വന്നിട്ട് പറയുന്നത്, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? തന്നെ കണ്ടിട്ട് ഒരു പ്രശ്നം തോന്നില്ല, താനാണ് പറഞ്ഞത് തനിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ തന്നെ കണ്ടിട്ട് പ്രശ്നം തോന്നിയാലും ഇല്ലെങ്കിലും താൻ പറയുന്ന വാക്കുകൾ, തൻ്റെ ആക്ഷനുകൾ ഒരു മനുഷ്യത്വത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഒരു ഷോയും അതേപോലെ തന്നെ ജനങ്ങളും കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ തന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് താൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തെ ഞാൻ നോക്കിക്കണ്ടത്. ഞാൻ ആ ഒരു റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പൂജ ആൻഡ് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയി. എക്സാക്ട് ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നല്ല കാര്യം, അവർ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാലും വലിയ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാനില്ല. ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതുന്ന PR ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സീസണുകളിലും കുറെ പാടുകൾ ഉണ്ടായിരിക്കും. പാടുകൾ എന്ന് പറയുന്നത്, ഒരു മാമനുണ്ടല്ലോ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ അപരാധവും അതേപോലെ തന്നെ സദാചാരവും പറയുന്ന ഒരു മാമനുണ്ടല്ലോ, ആ മാമനെ പോലുള്ള കുറേയധികം പാടുകളുണ്ടാവും. അപ്പം ഈ മാമന്മാരെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഷോ മോശമാണ്,
ആരോടെങ്കിലും ഫേവറിറ്റിസം ഉണ്ട്, അൺഫെയർ, ലാലട്ടൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തേണ്ടി വരും. ഒരു ഷോയുടെ മര്യാദകൾ, അതേപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ ചില രീതികൾ, അത്യാവശ്യം സേഫ് ആയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു പോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ പല ഡിസിഷനൊക്കെ എടുക്കുന്നത്. അങ്ങനെയുള്ള ഡിസിഷൻസ് ബിഗ് ബോസ് എടുക്കുന്ന സമയത്ത് ഈ സംരക്ഷിത വിഭാഗമായിട്ടുള്ള ആളുകൾക്ക് എതിരായിട്ട് അത് തിരിയും. കാരണം അവർ ചെയ്യുന്നത് റൈറ്റ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ അതിനെ റൈറ്റ് ആക്കാൻ വേണ്ടി ഈ പറയുന്ന PR ആൾക്കാർക്ക് ലാലേട്ടനെയും ബിഗ് ബോസിനെയും അതേപോലെ തന്നെ ഷോയുടെ ഫോർമാറ്റിനെയൊക്കെ കുറ്റം പറയാതെ വേറൊരു വഴിയില്ല. പിന്നെ റിവ്യൂവേഴ്സ് ഈ ഗെയിം നോക്കി അനലൈസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം അത് നിസ്സാര പരിപാടിയല്ല. എല്ലാ മനുഷ്യന്മാരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ, കണ്ടസ്റ്റൻസിൻ്റെ ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഓരോ ദിവസത്തെ ഗെയിം അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. എന്നാൽ റിവ്യൂവേഴ്സിൽ ഒരു കൂട്ടം ആളുകൾ സേഫ് പിടിക്കും. സേഫ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി ഇങ്ങനെ മറ്റേ സ്തുതി പാടുക. അത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. കാരണം രാവിലെ തൊട്ട് ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു, അയാൾ മിടുക്കൻ, അയാൾ ബുദ്ധിമാൻ, അയാൾ വേറെ സംഭവം എന്നൊക്കെ പറഞ്ഞ് അടിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഫാൻസ് ആരാധന ഉള്ളിൽ ഉള്ള ആളുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്തോളും. ഈ ആരാധന എങ്ങനെയാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്? മറ്റേ PR ആക്ടിവിറ്റിയാണ്. മിടുക്കനാണ്, സൂപ്പറാണെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ വലിയ ചിന്താശേഷിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അയാൾ ഒരു രാജാവായിട്ട് തോന്നും. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. രാജാവിൻ്റെ സ്തുതി വന്നിട്ടുണ്ടെന്ന് കണ്ടേക്കാം. അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു പരിപാടിയാണ് റിവ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക. ശരിയാണ്, സീസണിലൊക്കെ നമുക്ക് പല ആളുകളോടും ദേഷ്യം തോന്നും. അപ്പോൾ ഒരാൾക്കെതിരെയുള്ള ഹെയ്റ്റ് ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം പല ആളുകൾക്കും തോന്നും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് തമ്മിലടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഫാൻ ഫൈറ്റ് രൂപപ്പെടും. അപ്പോൾ അങ്ങോട്ടും ചെളി വാരി എറിയുന്നതിനകത്തും മറ്റേ രണ്ട് സൈഡിലും പോയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയും കുറേയധികം ആളുകൾ വരും. അപ്പോൾ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ പറയുന്ന PR ആക്ടിവിറ്റികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പിന്നെ PR ആക്ടിവിറ്റിയാണ് എളുപ്പം. പല രീതിയിലാണ് PR കൊടുക്കുന്നത്. ഇപ്പോൾ റിവ്യൂവേഴ്സിൽ പല ആൾക്കാരും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കിതൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾക്കെതിരെയായിരിക്കും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് പറയുന്നില്ല. എല്ലാ ആൾക്കാരും അറിയാം. ഇതിനകത്ത് സ്തുതി പാടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഒരു റിവ്യൂവർക്ക് PR കൊടുക്കില്ല. അപ്പോൾ സ്തുതി പാടുന്ന ആൾക്കാർ അവരുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ചാനലിൽ കൂടെ അങ്ങോട്ട് പാടിക്കോളും. അതേപോലെ പിന്നെ നൈസായിട്ട് ബാക്കിയുള്ള ആൾക്കാരും പാടിക്കോളും. ലൈറ്റായിട്ടാണ്. ഹെയ്റ്റിനാണ് കൂടുതൽ PR എമൗണ്ട് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റിനെതിരെ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന ആൾക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന രീതികൾ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ ഉടായ്പ പരിപാടികളുണ്ട്. എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം വ്യക്തിത്വം നശിപ്പിച്ച് ആളുകൾ ഈ ഗെയിം കളിക്കുന്നത്? കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഫെയിം എമൗണ്ട് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ഭീകരമായിട്ടുള്ളൊരു എമൗണ്ട് ആണ് എന്ന് തോന്നുന്നില്ല. കഴിവുണ്ടെങ്കിൽ പിന്നീട് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ജിൻഡോ അടക്കമുള്ള ആളുകൾ ദിലീപ് എന്ന നടനോട് അവസരം ചോദിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ അവസരം ചോദിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ ജിൻഡോ ഡാൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ജിൻഡോ നല്ല ഗെയിമായിരുന്നു, ഒരു അവസരം കൊടുത്തേക്കാം എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അല്ല, അതിനൊരു സ്ക്രീനിങ് ഉണ്ട്, ഒരു ഓഡിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ജിൻഡോയ്ക്ക് ഒരു അവസരം കിട്ടുക. അതേപോലെ ജിൻഡോ അതിനകത്ത് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജിൻഡോയുടെ ഒരു കഴിവ് വേണം. ഇന്നത്തെ കാലത്ത് ഒരു ഇൻസ്റ്റഗ്രാം റീലിട്ട് വൈറലായി കഴിഞ്ഞാൽ പോലും അവസരങ്ങൾ വരുന്ന ഒരു സമയത്ത് ബിഗ് ബോസിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും അവസരങ്ങൾ തേടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡെയിലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം എഫേർട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് കണ്ടസ്റ്റൻസ് ഈ ഗെയിം കളിക്കുന്നത് നമുക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലുള്ള ഹെയ്റ്റ്, വ്യക്തിധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വൃത്തികെട്ട തെറിയൊക്കെയാണ്. ഇന്നലെ വേറൊരു PR ആക്ടിവിറ്റി കണ്ടു. സ്വന്തം അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ചിട്ട് വരെ അപരാധം പറഞ്ഞു വരുത്തുന്ന ഏതോ ഒരുത്തനാണ് കമൻറ്റ് ബോക്സിൽ മര്യാദയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ ലൈക്കും മറ്റേ റിപ്ലൈ ഒക്കെ കൊടുത്തതിന് ശേഷം അത് തിരുത്തിയിട്ട് വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവറ്റകളാണ് ഈ പറയുന്ന മനുഷ്യത്വത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പം രാജാവിനെ കൊതുക് കടിച്ചു, രാജാവിൻ്റെ മേൽ പൊടി വീണ് കഴിഞ്ഞാൽ അയ്യോ അൺഫെയർ. എന്നാൽ രാജാവിനെതിരെ ഏതെങ്കിലും ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുളം തോണ്ടുന്ന തരത്തിലേക്കുള്ള സൈബർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവന്മാർക്ക് ആ മനുഷ്യത്വമില്ല. ഇന്നലെ തല്ലിയോ പിച്ചിയോ മാന്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഈ തല്ലി പിച്ചി മാന്തി എന്ന് പറയുന്ന കേസ് എടുക്കരുത് എന്നുള്ളത് CD രാംദാസ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഹൗസിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിം സ്പിരിറ്റിൽ മുന്നോട്ടേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ആരും ആ കേസ് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ വലിയ രീതിയിൽ അത് എന്തോ വലിയ സംഭവമാക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ആളുകളുടെ ഗെയിം സ്പിരിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പം സിജോ അന്ന് താട്ടിയിലിന് അടി കിട്ടിയ സമയത്തും ഒരു ക്വാളിറ്റി കാണിച്ചു. കാരണം അയാൾ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താണ്. അതേപോലെ തന്നെ തിരിച്ചടി കിട്ടുന്ന സമയത്ത്
ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കണ്ടസ്റ്റൻസിൽ ചില ആളുകൾ പറഞ്ഞത് അയാൾ നന്മമരമാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് മനുഷ്യന്മാരിങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഡിസ്കഷൻസാണ് വരുന്നത്. സിബിൻ്റെ കാര്യത്തിൽ വേറെ സംഗതിയൊന്നുമില്ല. സിബിൻ മറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.